ടൈമർ ഫങ്ഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് സിമെട്രിക് ടൈമർ വിത്ത് കൺട്രോൾ ഇൻപുട്ട് ആണ് പറഞ്ഞത്. ഇനി അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഇവിടെയും സിമെട്രിക്കൽ ഫ്ലാഷിംഗ് റിലേ തന്നെയാണ്, ടൈമർ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് പൾസ് ഓഫ് ആണ് അല്ലെ, സ്റ്റാർട്ടിംഗ് പൾസ് ഓഫ് ആണ്. പിന്നെ സമ്മേഷൻ കൺട്രോൾ സിഗ്നലും ഉണ്ട്. അപ്പൊ നമ്മുടെ സമ്മേഷൻ കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ X1 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിലേയുടെ സീക്വൻസ് ഒന്ന് പരിശോധിക്കാം. അതായത് നമ്മുടെ ടൈമറിലേക്ക് കൺട്രോൾ സിഗ്നൽ, ടൈമർ ഓൺ ആവുമ്പോഴത്തേക്ക് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ആ ടൈമിംഗ് പീരീഡ് കഴിയുമ്പോഴത്തേന്, നമ്മൾ സെറ്റ് ചെയ്ത ടൈം കഴിയുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ഓൺ ആവും, ഔട്ട്പുട്ട് എനേബിൾ ആവും. ഇനി നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് എനേബിൾ ആകുന്നതോടൊപ്പം തന്നെ വീണ്ടും നമ്മുടെ അടുത്ത ടൈമർ, അതായത് ഇത് എത്ര സമയം, അത്രയും സമയം തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെ. നമ്മൾ സെറ്റ് ചെയ്ത ടൈം തന്നെയാണ് ഇത് ഓൺ ആയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഓൺ ആയിരിക്കുന്ന ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒന്ന് ടൈമിംഗ് ഒന്ന് കൂട്ടണം, ഒന്ന് പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ X1 നമ്മളൊരു എനേബിൾ സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമറിനെ ഒന്ന് പോസ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കിപ്പം നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡോ അല്ലെങ്കിൽ 20 സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന 30 സെക്കൻഡോ 35 സെക്കൻഡോ അങ്ങനെ നമുക്കൊന്ന് ടൈം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ടൈം കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് X1 ഇൻപുട്ടിലേക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമർ ഓട്ടോമാറ്റിക്കലി പോസ് ആവും. അതിനുശേഷം എപ്പോഴാണോ നമ്മൾ X1 കൺട്രോൾ സപ്ലൈ വിച്ഛേദിക്കുന്നത്, അഥവാ X1 സപ്ലൈ എപ്പോഴാണോ നമ്മൾ എടുക്കുന്നത്, അപ്പോൾ ടൈമർ വീണ്ടും കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്ത ടൈം കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, വീണ്ടും റിലേ ഓഫ് ആകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഓൺ ആയിരുന്നു, വീണ്ടും ഔട്ട്പുട്ട് കോണ്ടാക്ട്സ് ഓഫ് ആകും. അതിനുശേഷം വീണ്ടും നമ്മുടെ ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഓഫ് ആയിരിക്കുന്ന വീണ്ടും അതേ ടൈം സ്റ്റാർട്ട് ആവും. അപ്പോൾ അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ നമുക്ക് പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിംഗ് നമുക്ക് കൂട്ടണം, അല്ല പോസ് ചെയ്യണം, കുറച്ചും കൂടെ ടൈം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് X1 കൺട്രോളിലേക്ക് സിഗ്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ കണക്ക് ടൈം നമുക്ക് സെറ്റ് ചെയ്ത ടൈമിനേക്കാളും കുറയ്ക്കാൻ പറ്റത്തില്ല, സെറ്റ് ചെയ്തിരിക്കുന്ന ടൈമിനേക്കാളും നമുക്ക് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. എത്രയാണോ നമുക്ക് കൂട്ടേണ്ടത് അത്രയും നമുക്ക് പോസ് ചെയ്ത് നമുക്ക് ടൈം കൂട്ടാൻ പറ്റും. അപ്പൊ അതാണ് DT സിമെട്രിക്കൽ ഫ്ലാഷിംഗ് റിലേ വിത്ത് സ്റ്റാർട്ടിംഗ് പൾസ് ഓഫ്. അപ്പൊ ഇതിന്റെ തന്നെ സെയിം സിമെട്രിക്കൽ ഫ്ലാഷിംഗ് റിലേ സ്റ്റാർട്ടിംഗ് പൾസ് ഓഫ് വിത്ത് റീട്രിഗർ, നമ്മൾ പറഞ്ഞല്ലോ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഇവന്റ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ Y1 ഇൻപുട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് നമ്മൾ എപ്പോഴാണോ പവർ ഓൺ ചെയ്യുന്നത്, അതായത് റിലേ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിലേ സ്റ്റാർട്ട് ചെയ്യും. മീൻസ് നമ്മുടെ സെറ്റ് ചെയ്ത ടൈമിന്റെ ടൈമർ സ്റ്റാർട്ട് ആകും. അപ്പോൾ അത്രയും ടൈം കഴിഞ്ഞതിന് ശേഷം എന്താണ് വരുന്നത്, റിലേ ഓൺ ആകും, എനേബിൾ ആകും. നേരത്തെ ഓഫ് ആയിട്ടിരുന്നതാണ്, അത്രയും ഡിലേ കഴിഞ്ഞതിന് ശേഷം റിലേ ഓണായി. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിലേ ഓഫായി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ Y1 സിഗ്നലിലേക്ക് നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ടോട്ടലി റീസ്റ്റാർട്ട് ആവും. അപ്പോൾ Y1 നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ റിലേ ഇനി കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തില്ല, റിലേ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ Y1 സിഗ്നലിൽ നമ്മളൊരു സ്റ്റോപ്പ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു റീസ്റ്റാർട്ട് കൊടുത്തത് കൊണ്ട് അത് അവിടെ സ്റ്റോപ്പായി. ഇനി എപ്പം Y1 എന്നുള്ള സിഗ്നൽ നമ്മൾ എടുക്കുന്നോ, അഥവാ Y1 എപ്പം ലോ ആകുന്നോ അപ്പം വീണ്ടും പഴയത് കണക്ക് റീസ്റ്റാർട്ട് ആവും, വീണ്ടും ടൈമർ സ്റ്റാർട്ട് ആവും. ടൈം സ്റ്റാർട്ടായി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം, ഉദാഹരണം 10 സെക്കൻഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ആ 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം റിലേ ഓൺ ആകും. വീണ്ടും 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് റിലേ ഓഫ് ആകും. അടുത്ത 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് വീണ്ടും റിലേ ഓൺ ആകും. അങ്ങനെ സിമെട്രിക്കലായിട്ട് ഫ്ലാഷ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ Y1 ഒരു സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ റിലേയുടെ സ്റ്റാറ്റസ് എന്തെന്ന് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ആവും. എന്ന് വെച്ചാൽ Y1 സിഗ്നൽ നമ്മൾ റിമൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് വീണ്ടും റിലേ റീസ്റ്റാർട്ട് ആവും. ഇനി സ്റ്റാർട്ടിംഗ് പൾസ് ഓൺ, നമ്മളിപ്പോൾ പറഞ്ഞത് സ്റ്റാർട്ടിംഗ് പൾസ് ഓഫ് ആയിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇത് സ്റ്റാർട്ടിംഗ് പൾസ് ഓൺ ആണ്, അതായത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ ടൈമറിലേക്കുള്ള സപ്ലൈ, അതായത് പവർ ഓൺ കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ്, ഔട്ട്പുട്ട് ഓൺ ആയി. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം, ഉദാഹരണം നമ്മൾ 10 സെക്കൻഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ റിലേ ഓണായി. 10 സെക്കൻഡിന് ശേഷം അത് വീണ്ടും ഓഫ് ആകുന്നു, 10 സെക്കൻഡിന് ശേഷം വീണ്ടും ഓൺ ആകുന്നു, അങ്ങനെ 10 സെക്കൻഡിന് ശേഷം ഓൺ ആകുന്നു, ഓഫ് ആകുന്നു. അങ്ങനെ ഓരോ 10 സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന എത്ര സെക്കൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡിൽ അത് ഓൺ ആകും, അത്രയും സമയം ഓൺ ആകും, അത്രയും സമയം തന്നെ ഓഫ് ആകും, അത്രയും സമയം വീണ്ടും ഓൺ ആകും, വീണ്ടും അത് അത്രയും സമയം ഓഫ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സിമെട്രിക് ഫ്ലാഷിംഗ് റിലേ നമ്മൾ പറഞ്ഞത്. ഇത് സ്റ്റാർട്ടിംഗ് പൾസ് ഓൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒന്ന് റീട്രിഗറോ റീസ്റ്റാർട്ടോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ Y1 ഒരു സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നോക്കി ഇവിടെ Y1 നമ്മൾ ഒരു സിഗ്നൽ കൊടുത്തു. ആക്ച്വലി ഇത് കഴിഞ്ഞതിന് ശേഷം റിലേ ഓൺ ആയതാണ്. വീണ്ടും ആദ്യം ഓൺ ആയിരുന്നു, പിന്നെ ഓഫായി, അടുത്തത് ഓണായി ടൈമർ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്
നമ്മൾ ഈ Y1 നമ്മൾ കൺട്രോൾ സിഗ്നൽ കൊടുത്തത്. അപ്പൊ തന്നെ റിലേ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് ഓഫായി. ഇനി നമ്മൾ Y1 സപ്ലൈ എത്ര സമയത്തോളം നിൽക്കുവോ അത്രയും സമയം ഇത് ഓഫായി തന്നെയാണ് നിൽക്കുന്നത്. Y1 സപ്ലൈ എപ്പം നമ്മൾ റിമൂവ് ചെയ്യുന്നോ, അതായത് Y1 എപ്പം നമ്മൾ ഡിസേബിൾ ചെയ്യുന്നോ അപ്പം വീണ്ടും ടൈമർ സ്റ്റാർട്ട് ആവും. വീണ്ടും ടൈമർ സ്റ്റാർട്ട് ആയിട്ട് ആ സെറ്റ് ചെയ്ത ടൈമിനനുസരിച്ചിട്ട് ഇത് ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും. അടുത്തത് എച്ച് ടൈപ്പ് റിലേ ആണ്. എച്ച് ടൈപ്പ് ഇത് ഇന്റർവൽ റിലേ എന്നാണ് പറയുന്നത്. വേറൊന്നുമില്ല, അത് നമ്മൾ എപ്പോഴാണോ പവർ ഓൺ ആവുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇവിടെ ഓൺ ഡിലേ ഓഫ് ഡിലേ ഒന്നുമില്ല, എപ്പോഴാണോ നമ്മൾ ഓൺ ആകുന്നത്, പവർ ഓൺ ആകുന്നത് ആ സമയം തന്നെ നമ്മുടെ ഔട്ട്പുട്ടും ഓൺ ആകും. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം, നമ്മളിപ്പം 30 സെക്കൻഡ് ആണ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ പവർ ഓൺ ആകുമ്പോൾ തന്നെ റിലേയുടെ ഔട്ട് ഓൺ ആകും. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം, ഉദാഹരണം 30 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് ഓഫ് ആവും. പിന്നെ വീണ്ടും നമ്മൾ ഈ പവർ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് റിലേയുടെ ഔട്ട്പുട്ട് എനേബിൾ ആവുള്ളൂ, ഓൺ ആവുള്ളൂ. ഇനി ഇതേപോലെ തന്നെ എച്ച് ടി ഇന്റർവൽ റിലേ തന്നെ വിത്ത് നമുക്ക് ഈ പറഞ്ഞ സമ്മേഷൻ, നമുക്കൊന്ന് ടൈം കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ നമ്മുടെ പവർ ഓൺ ആയ സമയത്ത് തന്നെ എന്ത് പറ്റിയിട്ടുണ്ട്, നമ്മുടെ റിലേ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ റിലേ ഓൺ ആയി ഇരിക്കുവാണ്. ഇനി നമ്മൾ ഒരു ഈ പറഞ്ഞൊക്കെ നമ്മുടെ എനേബിൾ സിഗ്നൽ, അതായത് കൺട്രോൾ സിഗ്നൽ അന്നേരം ഓൺ ആയിരുന്നു. കൺട്രോൾ സിഗ്നൽ എപ്പം സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ ഇത് ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ടൈമർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ സെറ്റ് ചെയ്തേക്കുന്ന ടൈമിന്റെ അത്രയും വന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മളൊരു പോ സിഗ്നൽ കൊടുത്തു, അല്ലെ? നമ്മളൊരു പോ സിഗ്നൽ കൊടുത്തു. പോ സിഗ്നൽ കൊടുത്തത് കൊണ്ട് ടൈമർ അവിടെ സ്റ്റോപ്പായി. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, ഇപ്പൊ നമ്മൾ ഉദാഹരണം സെറ്റ് ചെയ്തേക്കുന്ന 30 സെക്കൻഡ് ആണ് നമ്മൾ സെറ്റ് ചെയ്തതെന്ന് വെച്ചോ. അപ്പൊ ഒരു 10 സെക്കൻഡ് അത് കൗണ്ട് ചെയ്ത് വന്നപ്പോഴത്തേന് 10 സെക്കൻഡ് ടൈം കൗണ്ട് ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മൾ അതിനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പോസ് ചെയ്തു. അപ്പൊ ആ പോസ് ചെയ്ത സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ എപ്പോഴാണോ വീണ്ടും നമ്മൾ X1 ഡിസേബിൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ വീണ്ടും അത് അവിടെ നിന്ന് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽ, അതായത് നമ്മുടെ ഓൺ ആകുന്ന ആ ടൈം പീരീഡ്, ആ ഇന്റർവെൽ പീരീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഉദാഹരണം ഒരു 30 സെക്കൻഡ് കൂട്ടി ഇട്ടേക്കുന്നത്, അതൊരു 10-15 സെക്കൻഡ് നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ X1 സിഗ്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ X1 സപ്ലൈ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ടൈമിങ് കൂട്ടാൻ പറ്റും. സെറ്റ് ടൈമിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി ഇത് തന്നെ നമ്മൾ മറ്റേ സമ്മേഷനാണ് പറഞ്ഞത്, പക്ഷേ ഇന്റർവൽ റിലേ വിത്ത് റീട്രിഗർ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതും വേറൊന്നുമില്ല, നമ്മുടെ പവർ ഓൺ ആയി കഴിഞ്ഞു. പവർ ഓൺ ആകുമ്പോഴത്തേന് ഔട്ട്പുട്ട് ഓൺ ആയി. ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അതായത് ഒരു പർട്ടിക്കുലർ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നില്ല ഗ്രേറ്റർ ദാൻ TK എന്ന് പറഞ്ഞിട്ട് ഓരോ റിലേക്കും ഒരു വാല്യൂ ഉണ്ടാവും. ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മില്ലി സെക്കൻഡ് സമയത്തേക്ക് ഔട്ട്പുട്ട് നമുക്ക് ഈ പറഞ്ഞ ടൈമറിലേക്ക് നമ്മൾ കൺട്രോൾ സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമ്മൾ പവർ എടുക്കുന്നത്, അതായത് ടൈമറിലേക്കുള്ള സപ്ലൈ നമ്മൾ കൺട്രോൾ സപ്ലൈ നമ്മൾ ഓഫ് ചെയ്യുന്നത്, ആ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ടൈമാണോ സെറ്റ് ചെയ്തേക്കുന്നത് അത്രയും ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഔട്ട്പുട്ട് തിരിച്ച് സ്റ്റേറ്റസ് ചേഞ്ച് ആവത്തുള്ളൂ. ഇപ്പോൾ ഓൺ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഓഫ് ആകത്തുള്ളൂ. അതായത് ഈ ഗ്രേറ്റർ ദാൻ TK ആയിരിക്കണം. അതായത് നമ്മുടെ സെറ്റ് ടൈം ഇപ്പൊ നമ്മൾ 500 മില്ലി സെക്കൻഡ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചോ. അപ്പൊ മിനിമം ഒരു 500 മില്ലി സെക്കൻഡ് എങ്കിലും ഈ റിലേ ഓൺ ആയിരുന്നാൽ മാത്രമേ ഈ ടൈമർ വർക്ക് ചെയ്യത്തുള്ളൂ. അല്ല ആ 500 മില്ലി സെക്കൻഡ് നമ്മൾ പൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ റിലേയുടെ കൺട്രോൾ സപ്ലൈ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈം അതിനനുസരിച്ചിട്ട് കുറയും. നമുക്ക് ആ കറക്റ്റ് ടൈം കിട്ടണം എന്നില്ല, അത് ഓഫായി പോകും. അപ്പോൾ ഈ ഡിലേ ഓൺ എനർജൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേറെ ഓക്സിലറി സപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. റിലേയിലേക്കുള്ള സപ്ലൈ ആക്ച്വലി നമ്മുടെ ടൈമറിലേക്കുള്ള സപ്ലൈ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കട്ട് ചെയ്തിട്ടും അപ്പൊ ഒരു മിനിമം പറയുന്ന അത്ര സെക്കൻഡ്, ഇപ്പൊ 500 മില്ലി സെക്കൻഡ് എങ്കിൽ അതാണ് അതിന്റെ ഡേറ്റ ഷീറ്റിൽ പറയുന്നതെങ്കിൽ മിനിമം ഒരു 500 മില്ലി സെക്കൻഡ് നമ്മൾ റിലേയിലേക്ക്, അതായത് ടൈമർ റിലേയിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അത് ആ സപ്ലൈ കട്ട് ചെയ്തതിന് ശേഷവും വിത്തൗട്ട് ഓക്സിലറി സപ്ലൈ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ടൈമർ ഓഫ് ആയി പോകുന്ന കണക്കാണ്. ടൈമർ ഓഫ് ആയി പോയി, നമ്മൾ സപ്ലൈ കംപ്ലീറ്റ് എടുത്തു, ടൈമർ ഓഫ് ആയി പോയി, എന്നാലും നമ്മൾ ആ സെറ്റ് ചെയ്തേക്കുന്ന ടൈം അത്രയും കൗണ്ട് ചെയ്ത് അതിനുശേഷം മാത്രമേ ഔട്ട്പുട്ട് ചേഞ്ച് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈ പറഞ്ഞ റിലേ ഓഫ് ആകത്തുള്ളൂ. അപ്പൊ ഇതാണ് ഡിലേ ഓൺ ഡി എനർജൈസേഷൻ എന്ന് പറയുന്നത്. ഇനി
വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിമെട്രിക്കൽ ഫ്ലാഷിംഗ് റിലേ വിത്ത് സ്റ്റാർട്ടിംഗ് പൾസ് ഓഫ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കണക്ക് തന്നെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞു ഓൺ ആയിരിക്കുന്ന സമയം ഓഫ് ആയിരിക്കുന്ന സമയമുണ്ട്. നേരത്തെ പറഞ്ഞത് സിമെട്രിക്, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം ഓൺ ആയിരിക്കും. അതായത് 10 സെക്കൻഡ് ആണെങ്കിൽ 10 സെക്കൻഡ് ഓൺ, 10 സെക്കൻഡ് ഓഫ്, 10 സെക്കൻഡ് ഓൺ, 10 സെക്കൻഡ് ഓഫ്, അങ്ങനെ സിമെട്രിക്കൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് ഓൺ ആയിരിക്കേണ്ട ടൈമും ഓഫ് ആയിരിക്കേണ്ട ടൈമും നമ്മൾ രണ്ട് വ്യത്യസ്ത ടൈം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഉദാഹരണം 10 മിനിറ്റ് ഓൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് ഓഫ്, വീണ്ടും 10 മിനിറ്റ് ഓൺ, 20 മിനിറ്റ് ഓഫ്, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ടൈമർ പവർ ഓൺ ആയി. പവർ ഓൺ ആകുമ്പോഴത്തേനും നമ്മളുടെ ഓൺ ഡിലേ സ്റ്റാർട്ട് ചെയ്തു, ഓൺ ഡിലേ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം കഴിഞ്ഞതിന് ശേഷം അത് ഓൺ ആയി. നമ്മൾ എത്ര സമയമാണ് നമ്മൾ ഓൺ ആകണം എന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും സമയം അത് ഓൺ ആയിരിക്കും. അതിനുശേഷം ഈ പറഞ്ഞ സെറ്റ് ചെയ്ത ടൈമിന് ശേഷം അത് ഓഫായി. വീണ്ടും നമ്മൾ ഓൺ ഡിലേക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓൺ ആകും. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സമയം അത്ര ഇത് ഓൺ ആയിരിക്കും. വീണ്ടും ആ ടൈം കഴിയുമ്പോഴത്തേനും അത് ഓഫ് ആകും. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് ടൈമിങ് അല്ലെ, ഓഫ് ആയിരിക്കാൻ ഒരു ടൈമും ഓൺ ആയിരിക്കാനായിട്ട് ഒരു ടൈം, അങ്ങനെ നമുക്ക് രണ്ട് ഡിഫറെന്റ് ടൈമിങ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതാണ് അസിമെട്രിക്കൽ ഫ്ലാഷിംഗ് റിലേ എന്ന് പറയുന്നത്. മറ്റേ സിമെട്രിക്കൽ ആയിരുന്നു, ഓൺ ആയിരിക്കുന്നതും ഓഫ് ആയിരിക്കുന്നതും ഒരേ ടൈം വെച്ചിട്ടായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് ടൈം കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേ ഓൺ ആകുമ്പോഴത്തേന് പൾസ് ഓഫ് ആണ് അല്ലെ, ഫസ്റ്റ് പൾസ് ഓഫ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേ ഓൺ ആവുന്ന ഈ ടൈമർ ഓൺ ആവുന്നതോടൊപ്പം തന്നെ ഔട്ട്പുട്ട് ഓൺ ആവും. ഇവിടെ ടൈമർ ഓൺ ആവുന്നതോടൊപ്പം ആ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ഡിലേ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓൺ ആവത്തുള്ളൂ. അതേ സമയത്ത് ഇവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് പവർ ഓൺ വരുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഔട്ട് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഓൺ ആയിരിക്കേണ്ട സമയം, ആ ഓൺ ഡിലേ അല്ലെങ്കിൽ ഓൺ ആയിരിക്കേണ്ട ആ ടൈം ഇന്റർവെല്ലിന് ശേഷം മാത്രമാണ് അത് ഓഫ് ആകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വ്യത്യസ്ത ടൈമിംഗ് നേരത്തെ നടക്കുക. നമുക്ക് ഡിലേ ഈ ഓൺ ആയിരിക്കുന്നതിനും ഓഫ് ആയിരിക്കുന്നതിനും നമുക്ക് രണ്ട് വ്യത്യസ്ത സമയം കൊടുക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് ചെയ്യും. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് പൾസ് ഓൺ ആണ്, അതായത് LI എന്ന് പറയുന്നത് സ്റ്റാർട്ട് പൾസ് ഓൺ ആണ്, L എന്ന് പറയുന്നത് സ്റ്റാർട്ട് പൾസ് ഓഫ് ആണ്. അടുത്തത് LT എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞു നടക്കുക, നമുക്കൊരു പോസ് സമ്മേഷൻ കൊടുക്കാം. സെയിം തന്നെ നമ്മൾക്ക് ഒരു ഇടയ്ക്ക് ഈ ടൈമിങ്ങിന് ഇടയ്ക്ക് ഇപ്പം ഓണായി നമ്മുടെ സ്റ്റാർട്ട് പൾസ് ഓഫ് ആണ്. അപ്പൊ അതിനുശേഷം നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ടൈമർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഇൻ ബിറ്റ്വീൻ നമുക്കൊന്ന് ടൈം കുറച്ചും കൂടെ കൂട്ടണം അല്ലെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ X1 ഗേറ്റ് സിഗ്നലിലേക്ക് നമ്മൾ സപ്ലൈ കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എത്ര സമയമാണ് സപ്ലൈ കൊടുത്തേക്കുന്നത് അത്രയും സമയം ടൈമർ പോസ് ആയി നിൽക്കും. അത്രയും സമയം കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. ഇനി ഇതേ തന്നെ സ്റ്റാർട്ടിംഗ് പൾസ് ഓൺ ആണ് അല്ലെ. നമുക്ക് ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ സമ്മേഷൻ കൺട്രോൾ സിഗ്നൽ ഇത് സ്റ്റാർട്ടിംഗ് പൾസ് ഇവിടെ നമ്മൾ ഓൺ ആവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ റിലേയും ഓൺ ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ X1 സിഗ്നലിനനുസരിച്ചിട്ട് X1 സിഗ്നൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ടൈം നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ ഓഫ് ചെയ്യുമ്പോഴും നമുക്ക് ടൈമിങ് നമുക്കൊന്ന് കൂട്ടാൻ പറ്റും. അടുത്തത് സേഫ് ഗാർഡ് റിലേ ആണ്. എന്ന് പറഞ്ഞ സേഫ് ഗാർഡ് റിലേ ആണ്. ഇവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എനേബിൾ ആവുന്നതനുസരിച്ചിട്ട് നമുക്കിവിടെ റിലേയിലേക്ക് ഒരു കൺട്രോൾ സിഗ്നൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ Y1 ഗേറ്റ് കൺട്രോൾ ഉണ്ട്. Y1 എപ്പോഴാണോ ഹൈ ആവുന്നത് അപ്പോഴാണ് റിലേയുടെ ഔട്ട്പുട്ട് ഓൺ ആവുന്നത്, റിലേ ഔട്ട് ഓൺ ആവുന്നത്. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റിലേ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എനേബിൾ വന്നു, അതിനുശേഷം എന്തോ ഒരു പ്രശ്നം കൊണ്ട് അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം 10 സെക്കൻഡ് ആണെന്ന് വെച്ചോ, ടൈം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു 5 സെക്കൻഡ് എണ്ണുമ്പോഴത്തേന് വീണ്ടും Y1 സിഗ്നൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫ് ആവില്ല. വീണ്ടും അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തൊട്ട് അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതായത് 10 സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തൊട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ടൈമിങ്ങിനുള്ളിൽ, അതായത് നമ്മുടെ ഈ 10 സെക്കൻഡ് എന്ന് പറയുന്നതിനുള്ളിൽ ഇടയ്ക്ക് ഈ Y1 ലോ ആയിട്ട് വീണ്ടും ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നമ്മുടെ എനേബിൾ സിഗ്നൽ ലോസ് ആയി പോയാലും ശരി, ഇമ്മീഡിയറ്റ് ആയിട്ട് റിലേ ചേഞ്ച് ഓവർ ആവത്തില്ല. അതായത് ആ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സമയത്തിനുള്ളിൽ 10 സെക്കൻഡാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം 10 സെക്കൻഡിനുള്ളിൽ, ഉദാഹരണമാണ് പറഞ്ഞത്, 10 സെക്കൻഡ് എപ്പോഴും 10 സെക്കൻഡ് ആവണമെന്നില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. അപ്പോൾ ഒരു 10 സെക്കൻഡാണ് നമ്മൾ ടൈം ഓൺ ആയിരിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ഇടയ്ക്ക് നമ്മുടെ ഈ Y1 കൺട്രോൾ സിഗ്നൽ വിട്ടുപോയതിനു ശേഷം ഈ 10 സെക്കൻഡിനുള്ളിൽ ഒരു 8 സെക്കൻഡ് ആവുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് Y1 നമ്മൾ എനേബിൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതായത് മൊത്തം 10 സെക്കൻഡ് വരെ സമയത്ത് ഈ Y1 വേറെ
ഇൻപുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റസ് ചേഞ്ച് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഓഫ് ആവത്തുള്ളൂ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ Y1 പൾസ് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ ടൈമർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പൾസ് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ റിലേയുടെ സ്റ്റാറ്റസ് എന്താണോ ഇപ്പോൾ ഉള്ളത് ആ കറന്റ് സ്റ്റാറ്റസിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് O എന്ന് പറഞ്ഞിട്ട് ഡിലേഡ് സേഫ് ഗാർഡ് റിലേ ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനം. അതായത് ഇപ്പൊ നമ്മൾ ഓൺ ആവുമ്പോൾ തന്നെ, അതായത് നമ്മുടെ സപ്ലൈ ഓൺ ആവുമ്പോൾ തന്നെ, പവർ ഓൺ ആവുമ്പോൾ തന്നെ ആദ്യം നമുക്ക് എന്താണ്, ഓഫ് ടൈം ആണ്. അപ്പോൾ ഓഫ് ഡിലേഡ് ആണ്. അപ്പോൾ ഓൺ ഡിലേ ഉണ്ട്, ഓൺ ആവുന്നതിന് ഒരു ഡിലേ ഉണ്ട്. അപ്പോൾ ഓൺ ഡിലേ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഓൺ ഡിലേ ടൈമർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഓൺ ഡിലേ കഴിയുമ്പോഴത്തേന് റിലേ ഓൺ ആയി. റിലേ ഓൺ ആയിട്ട് വീണ്ടും നമ്മൾ എപ്പോഴാണ് നമ്മൾ Y1 ഒരു സിഗ്നൽ, ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ റിലേ തിരിച്ച് ഓഫ് ആയി. ഓഫ് ആവുന്നതോടൊപ്പം തന്നെ അത് വീണ്ടും ഡിലേ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സെറ്റ് ചെയ്ത ഡിലേ കഴിഞ്ഞിട്ട് വീണ്ടും അത് ഓൺ ആവും. ഓൺ ആവുമ്പോഴത്തേക്ക് അത് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഓൺ ആവുന്നത്. ഓൺ ആയിട്ട് നമ്മൾ ആ സെറ്റ് ടൈമിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ Y1 സിഗ്നൽ കൊടുത്തുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് Y1 എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. Y1 നമുക്കൊരു പൾസ് കൊടുത്താൽ മതി. ഓരോ പൾസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടൈം നമ്മുടെ ഇപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 സെക്കൻഡ് ആണ് പറഞ്ഞത്. ഇവിടെ 10 സെക്കൻഡ് വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും റിലേ ഒന്ന് ചേഞ്ച് ഓവർ ആയി. അതായത് റിലേ ഓൺ ആയി. അത് അപ്പൊ നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇവിടുന്ന് ഓഫ് ചെയ്യുന്ന ഓൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ ടൈമർ ഈ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അത് ആ ടൈം എത്തുന്നതിന് മുമ്പ് വീണ്ടും അത് ഓൺ ആയി. അതുകൊണ്ട് അത് എന്താണോ സ്റ്റാറ്റസ് അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. അതിനുശേഷം ആ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം ഫുള്ള് വന്നതിന് ശേഷം അതിനിടയ്ക്ക് Y1 വേറെ സിഗ്നൽ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ സ്റ്റാറ്റസ് വീണ്ടും ചേഞ്ച് ആവത്തുള്ളൂ. അപ്പൊ ഇതാണ് ഡിലേഡ് സേഫ് ഗാർഡ് റിലേ എന്ന് പറയുന്നത്. ഇനിയുള്ളത് P, പൾസ് ഡിലേഡ് റിലേ വിത്ത് ഫിക്സഡ് പൾസ് ലെങ്ത് ആണ്. വേറൊന്നുമില്ല, നമുക്ക് ഈ നമ്മളുടെ ടൈമറിലേക്ക് പവർ ഓൺ ആവുന്ന സമയത്ത് നമ്മുടെ ഡിലേ ടൈമർ ആണ്, ഇവിടെയും ഡിലേഡ് ആണ് അല്ലെ. അപ്പൊ ഒരു ഡിലേ ഓൺ ആവുന്നതിന് ഒരു ഡിലേ ഉണ്ട്. അപ്പൊ നമ്മൾ ആ സെറ്റ് ചെയ്തേക്കുന്ന ഓൺ ആവുന്നതിന് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഡിലേ എത്രയാണോ അത്രയും ഡിലേ കഴിഞ്ഞതിന് ശേഷം ഇത് ഓൺ ആവും. ഓൺ ആവുന്ന എത്ര സെക്കൻഡത്തേക്കാണ്, അതൊരു ഫിക്സഡ് ആണ്. ഓരോ റിലേക്ക് ഒരു ഫിക്സഡ് ടൈം ആണ്. 500 മില്ലി സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 500 മില്ലി സെക്കൻഡ് സമയത്തേക്ക് അത് ഓൺ ആയിരിക്കും. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആയി പോകും. വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പൊ നമ്മൾ ഡിലേ എത്രയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സമയം കഴിയുമ്പോഴത്തേന് ഔട്ട്പുട്ട് ഓൺ ആവും. ഒരു 500 മില്ലി സെക്കൻഡ് സമയത്തേക്ക് അത് ഓൺ ആവും. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. ഇത് ഫിക്സഡ് പൾസ് ലെങ്ത് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് പൾസ് ലെങ്ത് ആണ്. നമ്മുടെ ഓൺ ഡിലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൺ ഡിലേ പറഞ്ഞല്ലോ, ഓൺ ഡിലേ നമ്മളിപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡോ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഓൺ ഡിലേ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ആ ഓൺ ഡിലേ എന്ന് പറയുന്നത് ഓൺ ആകാനുള്ള ആ ഡിലേ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സമ്മേഷൻ ഉപയോഗിക്കാം. അതായത് വേറൊന്നുമില്ല, നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ടൈമർ പവർ ഓൺ ആയി. ടൈമർ പവർ ഓൺ ആവുമ്പോൾ തന്നെ നമ്മുടെ ഓൺ ഡിലേ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കണം കുറച്ചും കൂടെ ഒന്ന് സമയം കൂട്ടണം, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഓൺ ആയി മതി എന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ Y1 ഒരു എനേബിൾ സിഗ്നൽ കൊടുക്കാം. അപ്പോൾ Y1 എനേബിൾ സിഗ്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, ടൈമർ പോസ് ആയി കഴിഞ്ഞു. അതിനുശേഷം എപ്പോഴാണോ Y1 നമ്മൾ ആ സിഗ്നൽ എടുക്കുന്നത് അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ ഓൺ ഡിലേ ടൈമർ വീണ്ടും അവിടുന്ന് അത് വീണ്ടും കൗണ്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ സെറ്റ് ചെയ്തേക്കുന്ന ടൈം വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് 500 മില്ലി സെക്കൻഡ് സമയത്തേക്ക് അത് ഓൺ ആക്കി വെക്കും. അതിനുശേഷം 500 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകും. അപ്പൊ ഇതാണ് പൾസ് ഡിലേഡ് റിലേ വിത്ത് ഫിക്സഡ് പൾസ് ലെങ്ത് ആൻഡ് പോസ്റ്റ് സമ്മേഷൻ കൺട്രോൾ സിഗ്നൽ. അടുത്ത നമ്മുടെ സ്റ്റാർ ഡെൽറ്റ റിലേ. Q എന്ന് പറയുന്നത് സ്റ്റാർ ഡെൽറ്റ റിലേ ആണ്. ഇവിടെ രണ്ട് NO ഔട്ട്പുട്ട് വിത്ത് സെയിം കോമൺ ആണ്. അതായത് നമ്മൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നിങ്ങൾക്ക് അറിയാം. അതായത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ നമുക്ക് 3 കോൺടാക്ട് സെറ്റ് ആണുള്ളത്. മെയിൻ കോൺടാക്ടറും നമ്മൾ ആദ്യം നമുക്ക് എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ കോൺടാക്ടർ ആണ് ഓൺ ആകുന്നത്. സ്റ്റാർ കോൺടാക്ടർ ഓൺ ആയി മോട്ടർ റൺ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ സ്റ്റാർ കോൺടാക്ടർ കട്ട് ചെയ്തിട്ട് ഡെൽറ്റ കോൺടാക്ടർ ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നമ്മൾ 2 റിലേ ഔട്ട്പുട്ട് ഉണ്ട്. അപ്പൊ R1 നമ്മൾ സ്റ്റാറിനും R2 നമ്മൾ ഡെൽറ്റയ്ക്കുമാണ്. അപ്പൊ നമുക്കറിയാം ആദ്യം നമ്മൾ സ്റ്റാർ കോൺടാക്ടർ ആണ് ഓൺ ആക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ പവർ ഓൺ ആവുമ്പോഴത്തേന് ടൈമറിന്റെ പവർ ഓൺ ആവുമ്പോഴത്തേക്ക് സ്റ്റാർ കോൺടാക്ടർ ഓൺ ആകാൻ വേണ്ടിയിട്ട് R1 സ്റ്റാർ കോൺടാക്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. സ്റ്റാറിന്റെ കോയിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർ കോൺടാക്ടർ ഓൺ ആയി. സ്റ്റാർ കോൺടാക്ടർ ഓൺ ആയിട്ട് മോട്ടോർ ഓൺ ആയി. ആ സമയം അതായത് നമ്മുടെ ഈ പറഞ്ഞ ഒരു ടോർക്ക് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം
എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേഞ്ച് ഓവർ ചെയ്യണം. അതായത് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യണം അല്ലെ. അപ്പൊ സ്റ്റാർ കോൺടാക്ടർ കട്ട് ചെയ്യണം. അപ്പൊ സ്റ്റാർ കോൺടാക്ടർ കട്ട് ചെയ്തു. അതിനുശേഷം ഇതാണ് ഡെൽറ്റ കോൺടാക്ടർ. പക്ഷേ ഡെൽറ്റ കോൺടാക്ടർ ഓൺ ആവുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ട്രാൻസിഷൻ ടൈം, അത് നമുക്ക് 20 മില്ലി സെക്കൻഡ് തൊട്ട് 140 മില്ലി സെക്കൻഡ് വരെ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ് വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ട്രാൻസിഷൻ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ട്രാൻസിഷൻ ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം R2 കോൺടാക്ടർ, അതായത് R2 ഔട്ട്, അത് നമ്മൾ ഡെൽറ്റ കോൺടാക്ടറിലേക്കുള്ള, അപ്പൊ ഡെൽറ്റ കോൺടാക്ടർ ഓൺ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഔട്ട്പുട്ട് ഉണ്ട്. സ്റ്റാറിന് ഒരു ഔട്ട്പുട്ടും ഉണ്ട്, ഡെൽറ്റയ്ക്ക് ഒരു ഔട്ട്പുട്ടും ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ റിലേയിലേക്ക് പവർ ഓൺ ആവുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സ്റ്റാർ കോൺടാക്ടറും അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഓൺ ആകും. സ്റ്റാറിലേക്കുള്ള ഔട്ട്പുട്ട് ഓൺ ആവും, സ്റ്റാർ കോൺടാക്ടറും ഓൺ ആവും. അതിനുശേഷം മോട്ടർ സ്റ്റാറിൽ സ്റ്റാർട്ട് ചെയ്തു, ടോർക്ക് ആയതിനു ശേഷം എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെൽറ്റയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ R1 ഔട്ട്പുട്ട് വിടും. അതായത് സ്റ്റാർ കോൺടാക്ടറിനെ ഓഫ് ചെയ്തു, ആ സ്റ്റാർ കോൺടാക്ടറിനെ കട്ട് ചെയ്തു. ഇനി ഡെൽറ്റ കോൺടാക്ടറിനെ ഓൺ ആക്കുന്നതിന് മുമ്പ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രാൻസിഷൻ ടൈം കൊടുക്കുന്നുണ്ട്. 20 തൊട്ട് നമുക്ക് 140 മില്ലി സെക്കൻഡ് വരെ നമുക്കൊരു ടൈം ഡിലേ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഡെൽറ്റ കോൺടാക്ടർ ഓൺ ആക്കണം. ഒരു ടൈമറിന്റെ ഒരു ഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കോൺടാക്ട് നമ്മൾ ഡെൽറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് സിംഗിൾ ഔട്ടേ ഉള്ളൂ, ഒറ്റ ഔട്ടേ ഉള്ളൂ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ടൈമർ ഓൺ ആയി. ടൈമർ ഓൺ ആവുന്നതോടെ നമ്മളുടെ ഫസ്റ്റ് നമ്മുടെ ടൈമിങ് സ്റ്റാർട്ട് ചെയ്യും. ടൈമർ, അതായത് ഓൺ ഡിലേ ടൈമർ നമ്മുടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഓൺ ഡിലേക്കുള്ളിലാണ് എന്ത് പറ്റുന്നത്, ഇത് പവർ ഓൺ ആവുന്നതോടൊപ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ അതിന്റെ ലോജിക്ക് വേറെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് പവർ ഓൺ, ടൈമറിലേക്കുള്ള പവർ ഓൺ ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ കോൺടാക്ടർ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിലേയുടെ ഔട്ട് എനേബിൾ ആകുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസിഷൻ ടൈമിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വെക്കുന്നത്. അതായത് സ്റ്റാർ ടു ഡെൽറ്റ ആ ട്രാൻസിഷൻ ടൈമിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കോൺടാക്ട്, ഈ ടൈമർ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതിന്റെ കോൺടാക്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ടൈമർ ഓൺ ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ കോൺടാക്ടർ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ മോട്ടോർ സ്റ്റാർ കോൺഫിഗറേഷനിലായി. ആ ഒരു ഡിലേ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ റിലേ ഔട്ട് വരുന്നവരെ ഈ ഡിലേ ടൈമിനുള്ളിൽ സ്റ്റാറിൽ മോട്ടോർ കണക്ട് ആയി, മോട്ടോർ ടോർക്ക് ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമറിൽ നിന്നുള്ള സിഗ്നൽ, അതായത് ടൈമർ സിഗ്നൽ വിട്ടുപോകും. ടൈമറിലേക്കുള്ള സിഗ്നൽ വിട്ടുപോകുമ്പോൾ തന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ട്രാൻസിഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യും. ഈ ട്രാൻസിഷൻ ടൈം 50 മില്ലി സെക്കൻഡ്, നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന 50 മില്ലി സെക്കൻഡ് ആണ്. ഇത് 50 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ 50 മില്ലി സെക്കൻഡ് നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ കോൺടാക്ടർ കട്ടായതിനു ശേഷം ഡെൽറ്റ കോൺടാക്ടർ ഓൺ ആവുന്നതിന് മുമ്പിലുള്ള ഡിലേ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 50 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഔട്ട് ലോ ആകും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഡെൽറ്റ കോൺടാക്ടർ നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ ഇവിടെ സെപ്പറേറ്റ് രണ്ട് ഔട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഒറ്റ ഔട്ടിൽ നിന്നാണ് നമ്മൾ ഈ ലോജിക്ക് ഉണ്ടാക്കുന്നത്. ഇതൊരു ന്യൂമാറ്റിക് ടൈമറാണ്. യൂഷ്വലി ഇതൊരു ന്യൂമാറ്റിക് ടൈമറാണ്. അതുകൊണ്ട് ടൈമറിലേക്കുള്ള സപ്ലൈ വിട്ടുപോയാലും ശരി, അത് ന്യൂമാറ്റിക്കലി ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ ആ ട്രാൻസിഷൻ ടൈം അത് ആക്ച്വലി ന്യൂമാറ്റിക്കലി ആണത് ഓപ്പറേറ്റ് ആവുന്നത്. ഇനി അടുത്ത ഇത് തന്നെ സ്റ്റാർ ഡെൽറ്റ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ വിത്ത് ഒരു പോസ്റ്റ് സമ്മേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ടൈമിംഗ് ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നേരത്തെ പറഞ്ഞ കണക്ക് X1 പൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈമിംഗ് ഒന്നുകൂടെ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ട്രാൻസിഷൻ ടൈം നമുക്കൊന്ന് കൂട്ടണം. ട്രാൻസിഷൻ ടൈം അല്ല, നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഓൺ ഡിലേ ആകുന്ന ടൈം നമുക്കൊന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ സമ്മേഷൻ മീൻസ് പോസ്റ്റ് റിലേയിൽ അല്ലെങ്കിൽ പോസ്റ്റ് കൺട്രോളിൽ നമുക്കൊരു സിഗ്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ടൈം നമുക്കൊന്നുകൂടെ എന്ന് വെച്ചാൽ സ്റ്റാർ ഓൺ ആയി വരുന്ന ആ ടൈം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാൻ പറ്റും. അപ്പൊ അത് കണക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് പവർ ഓൺ ആവുന്നതോടൊപ്പം തന്നെ സ്റ്റാർ കോൺടാക്ടർ ഓൺ ആയി. അപ്പൊ നമുക്ക് ഒരു സമ്മേഷൻ ഇത് നമ്മുടെ ഗേറ്റിൽ നമ്മളൊരു പൾസ് കൊടുത്തുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ടൈം കൂട്ടി. അതിനുശേഷം X1 ലോ ആവുന്നതനുസരിച്ചിട്ട് വീണ്ടും ആ ടൈമർ ഇവിടെ നമുക്ക് ഈ പീരീഡിൽ ടൈമർ പോസ് ആയി, വീണ്ടും ടൈം സ്റ്റാർട്ട് ചെയ്തു, കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സെറ്റ് ടൈം കഴിയുമ്പോഴത്തേക്ക് ട്രാൻസിഷൻ ആയി. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രാൻസിഷൻ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. അതായത് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്ക് ചെയ്യുന്ന ആ ചെറിയ ഗ്യാപ്പ്, അതായത് 50 മില്ലി സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, ആ സമയം നമുക്ക് സ്റ്റാർട്ടായി. ആ ട്രാൻസിഷൻ ടൈം കഴിയുമ്പോഴത്തേക്ക് R2 ഔട്ട് എനേബിൾ ആകും. അതായത് ഡെൽറ്റ കോൺടാക്ടർ ഓൺ ആകാനുള്ള ട്രാൻസിഷൻ ടൈം സെറ്റ് ആകും, അത് ഓൺ ആകും. ഇനി അടുത്തുള്ള T എന്ന് പറയുന്ന ബൈസ്റ്റേബിൾ റിലേ വിത്ത് കൺട്രോൾ സിഗ്നൽ ഓൺ ആണ്.
അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഉള്ളത്. അതായത് വേറൊന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് ഇവിടെ നമ്മൾ പവർ ഓൺ ആയി, ടൈമർ പവർ ഓൺ കൊടുത്തു, ടൈമർ ഓൺ ആയി. ടൈമർ ഓൺ ആയതിനു ശേഷം നമ്മുടെ Y1, അതായത് എപ്പോഴാണോ നമ്മുടെ എനേബിൾ സിഗ്നൽ നമ്മൾ എപ്പോഴാണോ Y1ലേക്ക് നമ്മൾ ഗേറ്റ് കൺട്രോളിലേക്ക് ഗേറ്റ് കൺട്രോൾ നമ്മൾ എനേബിൾ ചെയ്യുന്നത്, അപ്പൊ നമ്മുടെ എന്ത് ചെയ്തു, റിലേ സ്റ്റാറ്റസ് ഇത് ഓഫ് ആയിരുന്നു, അത് ഓൺ ആയി. ഇനി അതിനുശേഷം നമ്മൾ ഈ ടൈം, അതായത് അതിനുശേഷം റിലേ ഓൺ ആയി പോയിക്കാലും പ്രശ്നമില്ല. അതായത് Y1ലേക്കുള്ള സിഗ്നൽ നമ്മൾ എടുത്ത് കളഞ്ഞാലും പ്രശ്നമില്ല. ഈ ഓൺ പൾസ് വരുമ്പോഴത്തേനും Y1ന്റെ സ്റ്റാറ്റസ് ഓഫിൽ നിന്ന് ഓണിലേക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നത്. അപ്പോൾ Y1 നമുക്ക് ഓൺ ആയി, റിലേ ഓഫ് ആയിരുന്നു, റിലേയുടെ ഔട്ട് ഓഫ് ആയിരുന്നു, അത് റിലേയുടെ ഓൺ ആയി. അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞ Y1 ഓഫ് ആയിട്ട് എപ്പോഴാണോ ഓൺ ആകുന്നത് ആ സമയത്താണ് റിലേയുടെ സ്റ്റാറ്റസ് വീണ്ടും ചേഞ്ച് ആവുന്നത്. അതായത് ഓൺ ആയിരുന്ന റിലേ ഓഫ് ആകുന്നത്. വീണ്ടും നമ്മൾ Y1ലേക്ക് എപ്പോഴാണോ ഒരു പൾസ് കൊടുക്കുന്നത് അപ്പോഴാണ് അത് റിലേയുടെ ഔട്ട്പുട്ട് വീണ്ടും ഓൺ ആകുന്നത്. അപ്പൊ ഇതാണ് ബൈസ്റ്റേബിൾ റിലേ വിത്ത് കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അതായത് പവർ ഓണിലല്ല, പവർ ഓൺ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ Y1 ഗേറ്റിലേക്ക്, അതായത് നമ്മുടെ ഗേറ്റ് കൺട്രോളിലേക്ക് നമ്മൾ എപ്പോഴാണോ ലോയിൽ നിന്ന് ഹൈയിലേക്ക്, Y1 ലോയിൽ നിന്ന് ഹൈയിലേക്ക് ആകുന്നത്, അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഔട്ട്പുട്ടും ഓൺ ആകും. ഇനി അടുത്ത് വീണ്ടും ഈ Y1 ലോ ആയതിനു ശേഷം ലോയിൽ നിന്ന് ഹൈയിലേക്ക് എപ്പോഴാണോ ആകുന്നത് അപ്പോഴാണ് ഇത് നേരെ ഓൺ ആയിരിക്കുന്നത് ഓഫ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആവത്തുള്ളൂ. വീണ്ടും അടുത്ത പൾസ് എപ്പോഴാണോ Y1ൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോഴാണ് വീണ്ടും അത് ഓഫിൽ നിന്ന് വീണ്ടും ഓണിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ Y1 ഗേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ലോയിൽ നിന്ന് ഹൈയിലേക്ക് ആവുന്ന എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ ഇതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇതിൽ തന്നെ റീട്രിഗറബിൾ ഉണ്ട്. ഈ ബൈസ്റ്റേബിൾ റിലേ തന്നെ റീട്രിഗർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്. അതും വേറൊന്നുമല്ല, നമ്മളിപ്പോ പറഞ്ഞൊക്കെ നമ്മുടെ പവർ ഓൺ കൊടുത്തു, അതിനുശേഷം Y1ലേക്ക് നമ്മൾ ലോയിൽ നിന്ന് എപ്പോഴാണോ ഹൈ ആവുന്നത് അപ്പൊ നമ്മുടെ റിലേ സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും ടൈം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിലേ ഓഫ് ആയി പോകും. അപ്പൊ റിലേ വീണ്ടും നമുക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ Y1ൽ നമ്മളൊരു പൾസ് കൊടുത്താൽ മതി. അപ്പൊ വീണ്ടും റിലേ ഓൺ ആയി, റിലേ ഇവിടെ ഓണായി. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേ ഓണായി നമ്മുടെ സെറ്റ് ടൈം ആകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും നമ്മൾ ഇവിടെ ഒരു പൾസ് കൊടുത്തു. ആ പൾസ് കൊടുത്തതുകൊണ്ട്, അതായത് ഈ സെറ്റ് ടൈം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പൾസ് കൊടുത്തുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൾസ് വന്നപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലേ വീണ്ടും ഓഫായി. അതിനുശേഷം നമ്മുടെ ഈ ടൈം, ഇനി എത്രയാണോ നമ്മുടെ സെറ്റ് ടൈം വരുന്നത് ആ സെറ്റ് ടൈം കഴിഞ്ഞതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അതായത് ഈ Y1ൽ ഒരു പൾസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആകും. അപ്പോൾ Y1 ഉപയോഗിച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് റീട്രിഗർ ചെയ്യാം. അതായത് ഇവിടെ നമുക്കിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ബിറ്റ്വീൻ ഈ ടൈമിൽ വന്നെന്ന് വെച്ചോ, ഈ ടൈമിൽ നമുക്ക് ഇതിന് റീട്രിഗർ ചെയ്യണം, ഒന്നുകൂടെ നമുക്കൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പൾസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് നമുക്ക് റീട്രിഗർ ചെയ്യാൻ പറ്റും. ഇനി ഇന്റർവൽ റിലേ വിത്ത് കൺട്രോൾ സിഗ്നൽ ഓഫ് ആണ്. ഇതും സിമ്പിൾ ആണ്. നമ്മളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൈമറിലേക്ക് നമ്മൾ പവർ ഓൺ കൊടുത്തു കഴിഞ്ഞു. പവർ ഓൺ കൊടുത്തിട്ട് എപ്പോഴാണോ Y1 എനേബിൾ സിഗ്നൽ കൊടുക്കുന്നത് ആ കൊടുത്തിട്ട് ആ ഹൈയിലേക്ക് പോയിട്ട് അത് എപ്പോഴാണോ ലോയിലേക്ക് വരുന്നത് ആ ലോയിലേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ ഔട്ട്പുട്ട് ഓൺ ആകുന്നത്. ഓൺ ആയിട്ട് ടൈമർ സ്റ്റാർട്ട് ചെയ്യും. ടൈമർ സ്റ്റാർട്ട് ആയിട്ട് എത്രയാണോ ടൈം സെറ്റ് ചെയ്തേക്കുന്നത് അത് കഴിയുമ്പോഴത്തേന് ഇത് ഓഫ് ആകും. ഇനി വീണ്ടും ഇത് ഓൺ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ Y1 വീണ്ടും ഹൈയിൽ പോയിട്ട്, അതായത് Y1 വീണ്ടും ഓൺ ആയിട്ട് എപ്പോഴാണോ ഓഫ് ആകുന്നത് അപ്പൊ ഇത് വീണ്ടും ഈ പറഞ്ഞ കണക്ക് റിലേയുടെ ഔട്ട് ഓൺ ആയതിനു ശേഷം നമ്മൾ എത്ര സമയമാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും സമയം കഴിഞ്ഞിട്ട് വീണ്ടും അത് ഓഫ് ആകും. WT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സമ്മേഷൻ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൂട്ടാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയേ, പവർ ഓൺ സിഗ്നൽ വന്നു. പവർ ഓൺ സിഗ്നൽ വന്നതിന് ശേഷം Y1 ആണ് നമ്മുടെ ഗേറ്റ് എനേബിൾ സിഗ്നൽ. ആ എനേബിൾ സിഗ്നൽ ഹൈ ആയി. ഹൈയിൽ നിന്ന് എപ്പോഴാണോ ലോയിലേക്ക് വന്നത് അപ്പൊ നമ്മുടെ റിലേഡ് ഔട്ട് ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്തു. ടൈമിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പം നേരത്തെ സെറ്റ് ചെയ്തേക്കുന്ന ടൈം കഴിയുമ്പോഴത്തേനും അത് ഓഫ് ആവേണ്ടതാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് സമയം കൂട്ടണം. ഉദാഹരണം നമ്മൾ ഒരു 20 സെക്കൻഡ് ആണ് വെച്ചിരിക്കുന്നത്, നമുക്കത് 30 സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ X1ലേക്ക് നമ്മളൊരു 10 സെക്കൻഡ് കൂടെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത്രയും സമയം ഈ ടൈമർ പോസ് ആവും. അപ്പോൾ ഈ 10 സെക്കൻഡ് കൂടെ ഇതിനകത്ത് ആഡായി വരും. അതിനുശേഷം ഈ X1 ഡിസേബിൾ ആവുന്നതനുസരിച്ചിട്ട് വീണ്ടും ടൈമർ ഇൻക്രിമെന്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ടൈം കഴിയുമ്പോഴത്തേക്കും അത് ഔട്ട്പുട്ട് ഓഫ് ആകും. അപ്പൊ ഇത് കണക്ക് നമുക്കൊന്ന് ടൈമിംഗ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞെങ്കിൽ X1 ഗേറ്റ് കൺട്രോളിൽ ഈ സമ്മേഷൻ കൺട്രോളിൽ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ടൈം കൂട്ടാൻ പറ്റും. അപ്പൊ ഇത്രയാണ് മേജറായിട്ട് വരുന്ന ബാക്കിയുള്ള ഫങ്ഷൻസ്.
അപ്പൊ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.